ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ആരുടെയും ഹെൽപ്പില്ലാതെ സ്വയം സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 10 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 10 ഹാബിറ്റ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ എങ്ങനെ സ്വയം ഹാപ്പി ആവണം, മറ്റുള്ളവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഹാപ്പി ആവണമെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സോ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ കണ്ടാൽ മതി. ചില ആളുകൾക്കൊക്കെ ഫ്രണ്ട്സും ഫാമിലിയും പാർട്ണറും ഒക്കെ കൂടെയുള്ള സമയത്ത് അവർ വളരെ ആക്റ്റീവായിരിക്കും, സന്തോഷമുള്ളവരായിരിക്കും. പക്ഷേ ആരും ചുറ്റും ഇല്ലാത്ത സമയത്ത് ഭയങ്കര മൂഡിയായിട്ട് ഒരു ഡെസ്പറേറ്റ് മൂഡിലേക്ക് അവർ പോകുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ പുറത്തുള്ള ഒരു സോഴ്സിനെ അല്ലെങ്കിൽ പുറത്തുള്ള വ്യക്തികളെ, സാഹചര്യങ്ങളെയൊക്കെ സന്തോഷത്തിനായിട്ട് ഡിപ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളെ, വസ്തുക്കളെയൊക്കെ സന്തോഷത്തിനായി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാൽ നിങ്ങൾ സ്വയം സന്തോഷിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. സോ അതിലേക്കുള്ളൊരു വഴിയാണ് നമ്മളിന്ന് പറയുന്നത്. ഒരാളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സ്വയം നമ്മുടെ കമ്പനി ആസ്വദിച്ചു തുടങ്ങുമ്പോഴാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ദിവസം ഗ്രാറ്റിറ്റ്യൂഡിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, നന്ദി പറയുന്നതിനെക്കുറിച്ച് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം ഗ്രാറ്റിറ്റ്യൂഡിലാണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഉണ്ടാവും. രാവിലെ എഴുന്നേറ്റ് ആദ്യം കയ്യിൽ ഫോൺ എടുക്കുന്നതിന് പകരം നിങ്ങൾ തന്നെ കണ്ണടച്ചിരുന്ന് നിങ്ങൾക്ക് നന്ദി പറയാനുള്ള കാര്യങ്ങളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യമായിരിക്കാം, നിങ്ങളുടെ വീടായിരിക്കാം, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൂടി ജീവിക്കാൻ കിട്ടിയിരിക്കുകയാണല്ലേ, അതായിരിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടോ അതിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എവിടെയാണോ നന്ദിയുള്ളത്, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത്, അവിടെയാണ് സന്തോഷം വളരുക. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. കൂടുതൽ ആളുകളും മറ്റുള്ളവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ആ സമയത്ത് ഫോണോ മറ്റു ഡിസ്ട്രാക്ഷൻസോ ഒന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാവരുത്. നിങ്ങളും മാത്രം. എവിടെയെങ്കിലും സമാധാനമായിട്ടിരിക്കുക. നിങ്ങളുടെ ചിന്തകളെയൊക്കെ നിങ്ങളൊന്ന് മാച്ച് ചെയ്യുക. നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് എന്തൊക്കെയാണ്, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇതേക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വേണ്ട ശക്തമായ ബന്ധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് തന്നെയുള്ളൊരു ബന്ധമാണ്. അതിങ്ങനെ ഒരു സെൽഫ് ടോക്കിലൂടെ നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തി തരാനൊക്കെ ഈ ഒരു സെൽഫ് ടോക്കിന് സാധിക്കും. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ സ്വയം കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ള ആളുകൾ നിങ്ങളോട് കമ്പയർ ചെയ്തതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ നിങ്ങളൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സമയം ആയിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു കാര്യം വേറൊരാളെ വെച്ച് എന്നെ കമ്പയർ ചെയ്യുന്നതാണ്. കാരണം വേറൊരു സാഹചര്യത്തിൽ ജീവിച്ച വേറൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളെ വെച്ച് നമുക്കെങ്ങനെ നമ്മളെ കമ്പയർ ചെയ്യാൻ സാധിക്കും? ഈ കമ്പാരിസൺ എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലെ സന്തോഷം മുഴുവൻ എടുത്ത് കളയാൻ പറ്റുന്ന ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാളും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ കാണും, കൂടുതൽ പണമുള്ള ആൾക്കാർ കാണും, കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ കാണും, ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ള ആൾക്കാർ കാണും. പക്ഷേ ഒരു കാര്യം മാത്രം ഓർക്കുക, അവർ ജീവിക്കുന്ന അവരുടെ ഒരു ജേണിയിലാണ്. അവരുടെ ലൈഫ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. മറ്റൊരാളുടെ ലൈഫിലല്ല അവർ ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന മറ്റൊരു ജീവിതമാണ് അല്ലേ? അവരുടെ സാഹചര്യമോ ചിന്തകളോ ഒന്നും ആയിരിക്കില്ല നമ്മളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് നമ്മളുടെ പ്രോഗ്രസ്സിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റൊരാളുടെ ടൈം ലൈൻ വെച്ച് നമ്മളുടെ ജീവിതത്തെ കമ്പയർ ചെയ്യരുത് ഒരിക്കലും. നാലാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം എല്ലാ ദിവസവും ഒന്ന് മൂവ് ചെയ്യാനായിട്ട് സമ്മതിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതോ വീട്ടിലെ കുറേ പണികൾ ചെയ്ത് തീർക്കുന്നതോ ഒന്നുമല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം എല്ലാ ദിവസവും നിങ്ങൾ സ്പെൻഡ് ചെയ്യാം. നിങ്ങളൊരു ജിം മെമ്പർഷിപ്പ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊന്ന് നടക്കാൻ പോവാം, അല്ലേ? ഒന്ന് ഡാൻസ് ചെയ്യാം. ഡാൻസ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ടാവും, പക്ഷെ അത് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾക്കൊരു സമയം കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി ഡാൻസ് ചെയ്യാം, സ്ട്രെച്ച് ചെയ്യാം, യോഗ പ്രാക്ടീസ് ചെയ്യാം, ചെറിയ വർക്കൗട്ടുകൾ ചെയ്യാം. വീട്ടിൽ ചെയ്യാവുന്ന ഒരുപാട് വർക്കൗട്ട്സ് ഉണ്ട്, അതൊക്കെ ചെയ്യാം. എല്ലാ ദിവസവും നിങ്ങളുടെ ശരീരത്തെ ഒന്ന് മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴായിരിക്കും അത് ഒരു ഹെൽത്തി മൈൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ മൈൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ശരീരത്തിനെ അത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നമ്മൾ സ്വയം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് നമുക്ക് വേണ്ടി എന്ന് പറയുന്നത്.
അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക, ലേൺ സംതിങ് ന്യൂ എന്നുള്ളതാണ്. സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. പുതിയൊരു ബുക്ക് വായിക്കുക, എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് നിങ്ങൾ കാണുക, ഒരു പുതിയ സ്കില്ല് പഠിക്കുക, പുതിയൊരു ഹോബി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കൂടുതൽ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് മാറുക ചെയ്യാൻ പോകുന്നത്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സന്തോഷത്തെ നിറയ്ക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പുതിയൊരു കാര്യം നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു മെൻ്റൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ആറാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു സ്പേസിലേക്ക്, നിങ്ങളുടെ ആ ഒരു മനസ്സിലേക്ക് എല്ലാവർക്കും സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കോൺസ്റ്റൻ്റ് ആയിട്ട് നെഗറ്റിവിറ്റിയിലേക്ക് തള്ളിവിടുന്ന ആളുകളെ മെൻ്റലി ഒന്ന് ഡിറ്റാച്ച് ചെയ്യണം. നമ്മൾ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അല്ലേ? നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യാൻ വരുന്ന ആളുകളെ മനഃപൂർവ്വമായിട്ട് റെഡ്യൂസ് ചെയ്യുക. ഈവൻ സംസാരിക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവരോട് സംസാരിക്കുന്ന സമയത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാം. അല്ലെങ്കിൽ അവരുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന സമയം കുറച്ച് കൊണ്ടുവരാം. ഒരു ഹെൽത്തി ബൗണ്ടറി എപ്പോഴും നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമാണ്. നമ്മളൊന്ന് വളരാൻ ശ്രമിക്കുമ്പോൾ, നമ്മളെ അടിച്ച് താഴെ ഇടുന്ന ആളുകളുടെ കൂടത്തിൽ നിൽക്കുമ്പോൾ നമുക്കത് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും തോന്നുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്ലാനോ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങളോ ഒന്നും നമ്മളുടെ ഒരു ബൗണ്ടറി വിട്ട് പുറത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സമാധാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സെൽഫ് ലവിൻ്റെ ഒരു പാർട്ടാണ്. അത് നമ്മുടെ ഹീലിംഗ് ജേർണിക്ക് വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്. ഏഴാമതായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയ വിജയങ്ങളൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചെറിയ അച്ചീവ്മെൻറ്റ് പോലും ഒരു ഹ്യൂജ് അച്ചീവ്മെൻ്റ് ആയിട്ട് കണ്ടുകൊണ്ട് നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചെറിയ വിക്ടറീസ് ആണിതൊക്കെ, അല്ലേ? കുറച്ച് നേരത്തെ നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ അത് ആഘോഷിക്കുക. ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ചെറിയ സന്തോഷങ്ങളും വിജയങ്ങളും ഒക്കെ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ സാധ്യമാണെന്ന് നിങ്ങളെ തന്നെ ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും തരും. ഇനി എട്ടാമതായിട്ട് ഒരുപാട് പേര് ചെയ്യാത്തൊരു കാര്യമാണ് ഒരു സെൽഫ് കമ്പാഷൻ കാണിക്കുക എന്നുള്ളതാണ്. നിങ്ങളെപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്നൊന്നും ചിന്തിക്കരുത്. ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റും, മിസ്റ്റേക്കുകൾ വരും. ഇറ്റ്സ് നാച്ചുറൽ. അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട്, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഒരു ആളോട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളോടും സംസാരിക്കുക. നിങ്ങൾക്ക് വീണ്ടും ചാൻസുകൾ കൊടുക്കുക. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ നിങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യുക. ഗ്രോത്ത് എന്ന് പറയുന്നത് സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒരു ഓവർനൈറ്റ് കൊണ്ട് ആരും സക്സസ്ഫുൾ ആവില്ല. നമ്മൾ അവരുടെ എഫോർട്ട് കാണാത്തത് കൊണ്ടാണ് അവർ ഓവർനൈറ്റ് സക്സസ് എന്ന് നമ്മൾ പറയുന്നത് പോലും. ഇനി 9ാമത്തെ കാര്യം, സന്തോഷം ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ ഒരുപാട് ജോയ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സന്തോഷം എപ്പോഴും നമ്മളെ തേടി വരണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. സന്തോഷിക്കാനുള്ള സമയങ്ങൾ നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യരുത്. നിങ്ങൾക്കൊരു ഫേവറേറ്റ് ടീ ഉണ്ടാക്കി കുടിക്കണമെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും കുടിക്കണം. ഒരു സൺസെറ്റ് കാണണം തോന്നിയാൽ ഉറപ്പായിട്ടും കാണണം. ഒരു ഇഷ്ടമുള്ള പാട്ട് കേൾക്കണം തോന്നിയേക്കാം. ചിലപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചിരിക്കണം തോന്നിയേക്കാം. ചിലപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് മെഴുകുതിരി കത്തിച്ച് വെക്കണം തോന്നിയാൽ ചെയ്യുക. അതൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ചെയ്യുക. കാരണം നമ്മൾ വേണം നമ്മുടെ സന്തോഷത്തെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് ടിപ്പ്, 10ാമത്തെ കാര്യം, സന്തോഷിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഞാൻ ഇന്ന ജോലി കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലെ ഒരാൾ എൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, എൻ്റെ ജീവിതം കുറേ ബെറ്റർ ആയി കഴിഞ്ഞാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, അതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നൊക്കെ പറയും. പക്ഷേ ഹാപ്പിനെസ്സിന് ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല. അതൊരു ഡെയിലി ഹാബിറ്റാണ്. ഓരോ ദിവസവും നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നതാണ് നമ്മുടെ സന്തോഷം. അതൊരു ഡെയിലി പ്രാക്ടീസായിട്ട് നമ്മൾ കാണണം. ഇപ്പോൾ ഈ ഒരു നിമിഷം ഹാപ്പി ആകണമെന്ന് ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹാപ്പിനെസ് കണ്ടെത്തിക്കോളും. സന്തോഷം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഈ ലോകത്തു നിന്നൊക്കെ മാറി എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കണമെന്നൊന്നുമില്ല. നമ്മളുടെ സന്തോഷം നമ്മളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അത് പുറമേയുള്ള സാഹചര്യങ്ങളെയോ അല്ലെങ്കിൽ വസ്തുക്കളെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ തന്നെ കമ്പനി ആസ്വദിച്ച് തുടങ്ങുമ്പോൾ ഈ ലോൺലിനെസ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, ഒറ്റപ്പെടൽ, അതൊരു സമാധാനമായിട്ട് മാറും. സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കംഫർട്ടായിട്ട് മാറും. നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും. അത് നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമായി മാറും. നിങ്ങൾക്ക് ഈ ലോകത്തിൽ കണ്ടെത്താവുന്ന ഒരു ഹാപ്പിയസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. സോ ഇന്ന് തന്നെ തുടങ്ങുക. ഒരു ഹാബിറ്റ് ഒരു ദിവസം ചെയ്താൽ മതി. ഓരോ തവണയും നിങ്ങളത് പൂർത്തിയാക്കുമ്പോൾ നിങ്ങളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാനെങ്കിലും ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു പോഡ്കാസ്റ്റുമായിട്ട് കാണാം. ബൈ.